വെളിപാട് അധ്യായം 12 തുടർച്ചയാണ്, സെക്കൻഡ് പാർട്ടാണ്. ജോണിൻ്റെ ബുക്ക് റെവലേഷൻ നമുക്ക് 2 പാർട്ടായിട്ട് തിരിക്കാം. ഒന്നാം പാർട്ട് ചാപ്റ്റർ 1 to ചാപ്റ്റർ 11, രണ്ടാം പാർട്ട് ചാപ്റ്റർ 12 ചാപ്റ്റർ 22. അതിനെക്കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കേൾക്കാം. ഈ സെക്കൻഡ് ഹാഫിൽ, ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫിലാണ് 12 മുതൽ 22 വരെയുള്ളത്. സെക്കൻഡ് ഹാഫിൽ 7 സൈൻസ് ഉണ്ട്, അടയാളം. അത് ചാപ്റ്റർ 12 തൊട്ട് 19 വരെയാണ് നമ്മൾ കാണുക. 3 അടയാളം സ്വർഗത്തിലാണ്, 4 അടയാളം ഭൂമിയിലാണ്. ആദ്യത്തത് 12:1 നമ്മൾ കാണുന്നു, എ വുമൺ ഇൻ ഹെവൻ. 2, എ റെഡ് ഡ്രാഗൺ ഇൻ ഹെവൻ. വെളിപാട് 12:3. 3 ഏതാ പറഞ്ഞത്? അത് 13-14 ബീസ്റ്റിന് എഴുതിയാൽ മതി. പിന്നെ 5-മത്തത് 7 ഏഞ്ചൽസ് ഇൻ ഹെവൻ ബ്രിങ് 7 പ്ലേഗ്സ് 15:1. പിന്നെ ഡീമൺ സ്പിരിറ്റ്സ് ഓൺ എർത്ത് 16-14. കവനന്റ് ട്രീറ്റി ഫോർമാറ്റിലൂടെയും ഈ പുസ്തകം നമ്മൾ ഇടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് പ്രകാരം കവനന്റ് ട്രീറ്റിയുടെ ഇതനുസരിച്ച് ഓൾഡ് കവനന്റ് നള്ളിഫൈ ചെയ്യുകയും ന്യൂ കവനന്റ് ക്രിസ്തുവിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. അത് കവനന്റ് ഫോർമാറ്റാണ്. അതിനകത്ത് അങ്ങനെ വരുമ്പോൾ 2 ഡിവിഷനായിട്ട് തിരിക്കുമ്പോൾ ബ്രൈഡ് ഗ്രൂമായിട്ട് ചാപ്റ്റർ 1 to 11, ബ്രൈഡായിട്ട് ചാപ്റ്റർ 12 to 22. ചാപ്റ്റർ 1 to 11 നമ്മൾ കാണുന്നത് വിക്ടറി ഓഫ് ക്രൈസ്റ്റ് ആണ്. ചാപ്റ്റർ 12 to 22 നമ്മൾ കാണുന്നത് വിക്ടറി ഓഫ് ദ യൂണിവേഴ്സൽ കാത്തലിക് ചർച്ചാണ്. ഇവിടെ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്ന 4 ഫിഗേഴ്സ് 4 അടയാളമായിട്ടാണ്. അത് നമുക്ക് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. 4 പേരാണുള്ളത്. ആരൊക്കെയാണ്? സ്ത്രീ, ഡ്രാഗൺ, സൺ, ഏഞ്ചൽ. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് മേരിയാണ്. അത് 12:5 നമ്മൾ കാണുന്നത്. ഡ്രാഗൺ സേറ്റനാണ്, 12:9 കാണുന്നത്. സൺ ജീസസ് ആണ്, അത് 5 നമ്മൾ കാണുന്നത്. ഏഞ്ചൽ മിഖായലാണ്, അത് 7 വചനത്തിലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വിജയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് സാത്താൻ പരാജയപ്പെടുന്നത് എന്ന് പറഞ്ഞിരുന്നു. സ്റ്റേജായിട്ട് ക്രിയേഷൻ്റെ ടൈമിൽ, പിന്നെ പാഷൻ ആൻഡ് റിസറക്ഷൻ്റെ സമയത്ത്, പിന്നെ എൻഡ് ഓഫ് ദ ഹിസ്റ്ററിയിൽ. മിഖായലിൻ്റെ ഈ വിജയം യേശുവിൻ്റെ രക്തത്തിൻ്റെ വിജയമാണെന്ന് നമ്മൾ കണ്ടു. അങ്ങനെ ഇരിക്കെ ഈ വിജയത്തിൻ്റെ 4 മേഖലകളൊന്ന് അതിൻ്റെ ഇപ്പോഴത്തെ നിലയും അറിയാം. അത് നമുക്ക് വേഴ്സ് 7 to 12 കാണാൻ സാധിക്കുക. ഒന്നാമത്തത്, ഇതോടുകൂടി സേറ്റൻ ഈസ് നോ ലോങ്ങർ ദ പ്രിൻസ് ഓഫ് ദ വേൾഡ്. ഇപ്പോൾ ഓണർഷിപ്പ് നമ്മൾ പറഞ്ഞില്ല, ഓണർഷിപ്പ് ട്രാൻസ്ഫറായി. രണ്ടാമത്തെ ഒരു കാര്യം, അക്യൂസ് ചെയ്യുന്നവൻ ശരിക്കും ഇപ്പം ഇല്ല. അവൻ വെറുതെ മിമിക് ചെയ്യുന്നതാണ്. അവനെ അക്യൂസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല ഇപ്പോൾ. കാരണം എന്നിട്ടാ, അവനവിടുന്ന് ഇല്ലായ്മ ചെയ്യാണ്. ഇപ്പം പവറാണ് ഇല്ലാത്തായിട്ടുള്ളൂ, പക്ഷേ പവർഫുൾ ആയിട്ടുള്ള ആൾ വന്ന് അവനവിടുന്ന് മാറി നിന്നേ പറ്റുള്ളൂ. അവന് സേറ്റൻ ഈസ് നോ ലോങ്ങർ ദ പ്രിൻസ് ഓഫ് ദ വേൾഡ്. അതുപോലെ തന്നെ അവന് ആധിപത്യമില്ല. ഹിസ് ഡൊമീനിയൻ ഓവർ ദ എർത്ത് ഈസ് എൻഡഡ്. മൂന്നാമത്തത്, പിശാചിൻ്റെ പദ്ധതികളുണ്ടായിരുന്നു മനുഷ്യൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞ പദ്ധതികളുണ്ട്, അതിനി ഒരു കാരണവശാലും നടക്കത്തില്ല. എന്നിരുന്നാലും എലിമിനേഷൻ അല്ലാത്തതുകൊണ്ട് ആ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത കിടക്കുന്നുണ്ട്. അപ്പം ആ സാധ്യത യേശുവിൻ്റെ ഈ വിജയം സ്വീകരിക്കാത്തവർക്കാണ്, അതിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കാത്തവർക്കാണ് അതിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നുള്ളൂ. ഇവിടെയാണ് മാതാവിൻ്റെ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എങ്ങനെയാണ് ആ
യുദ്ധത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ടത് അത് അനുസരണത്തിലൂടെയും സാക്ഷ്യത്തിലൂടെയാണെന്ന് പറഞ്ഞു. മാതാവ് ക്രിസ്ത്യൻസിൻ്റെ മാതാവ് മദർ ഓഫ് ജീസസ് എന്ന നിലയ്ക്കും, പിന്നെ ബിഹോൾഡ് ദ മദർ, പിന്നെ ഇമിറ്റേഷൻ. വെർജിൻ മേരി ആസ് ദ ആർക്ക് ഓഫ് ദ ന്യൂ കവനൻറ്റ്. എക്സഡസ് 40, 34, 35. മേഘം അതിനെ ആവരണം ചെയ്തു. ഇനി ലൂക്ക 1:35. ആവരണമാണ് അവിടെ വരുന്നത്. നിയമാവർത്തനം 10:3 മുതൽ 5 വരെ. കരിവേല മരം കൊണ്ട് ഞാൻ ഒരു പേടകമുണ്ടാക്കി. മുൻപിലത്തേത് പോലെയുള്ള 2 കൽപ്പലകകളും വെട്ടിയെടുത്തുകൊണ്ട് അതിലേക്ക് പോയി. ജനത്തിന്റെ സമ്മേളന ദിവസം നിങ്ങളുടെ ദൈവമായ കർത്താവ് മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത 10 പ്രമാണങ്ങൾ ആദ്യത്തേതുപോലെ ആ പലകകളിൽ എഴുതി എനിക്ക് തന്നു. പിന്നീട് ഞാൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നു. ഞാൻ ഉണ്ടാക്കിയ പേടകത്തിൽ ആ പലകകൾ നിക്ഷേപിച്ചു. 9:4. അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും മുന്നു പൊതിഞ്ഞ വാഗ്ദാന പീഠവും ഉണ്ടായിരുന്നു. മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും ഫറവോന്റെ തണുത്ത വടിയും ഉടമ്പടിയുടെ പലകങ്ങളും അതും സൂക്ഷിക്കുന്നു. ലൂക്ക 1:35. ഈശോ ആണ് ജീസസ്. അതാണല്ലോ വേർഡ് ഓഫ് ഗോഡ്. ദ വൂംബ് ഓഫ് ദ വെർജിൻ മേരി കണ്ടെയ്ൻഡ് ജീസസ്, ദ ലിവിംഗ് വേർഡ് ഓഫ് ഗോഡ്. ആ ദേവപുത്രനിലാണ് ഈ വചനമാണല്ലോ മാംസം ധരിക്കാൻ പോകുന്നത്. ഇത് സമാഗമ കൂടാരത്തിൽ ഇരുന്ന ഈ വചനമാണ് മാതാവിൻ്റെ ഉദരത്തിൽ മാംസം ധരിക്കാൻ പോകുന്നത്. അപ്പോൾ സെയിം ടു സെയിം ആണെന്ന്. അങ്ങനെയാണ് ഇത് ആർക്ക് ഓഫ് ദ കവനൻ്റ് ആയിട്ട് മാറുന്നത്. ഇത് ആർക്ക് ഓഫ് ദ കവനൻ്റിൽ എന്താ ഇരിക്കുന്നത്? വചനമാണ് ഇരിക്കുന്നത്. ആ വചനമാണ് ഇപ്പോൾ മാംസം ധരിക്കാൻ പോകുന്നത്. 2 സാമുവേൽ 6:1 മുതൽ 11 വരെ. ആർക്ക് ട്രാവൽ ചെയ്യുന്നതാണ്. എവിടേക്ക്? യൂദായിലേക്ക്. ഇനി ലൂക്ക 1:39. മാതാവ് യൂദായിലേക്ക് എലിസബത്തിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യാണ്. അപ്പോൾ ആർക്ക് ട്രാവൽ ചെയ്യുന്നു. 2 സാമുവേൽ 6:14. ദാവീദ് ആർക്ക് തിരിച്ചു വരുമ്പോൾ കുതിച്ചു ചാടുന്നു സന്തോഷത്തോടു കൂടി. ലൂക്ക 1:43. യോഹന്നാൻ കുതിച്ചു ചാടുന്നു. 2 സാമുവേൽ 6:15. അപ്പൊ സന്തോഷമാണ്. ഇതേ സന്തോഷം തന്നെയാണ് എലിസബത്ത് കാണിക്കുന്നത് ലൂക്ക 1:42. 2 സാമുവേൽ 6:9. How is that the ark of the Lord comes to me? ലൂക്ക 1:43 എലിസബത്ത് പറയുന്നത് എന്താണ്? 2 സാമുവേൽ 6:11 3 മാസം ആർക്ക് എവിടെ? അല്ല, എലിസബത്തിന്റെ വീട്ടില് 3 മാസം താമസിച്ചു. 2 സാമുവേൽ 6:11 അവരുടെ വീട്ടില് അത് അനുഗ്രഹമായിരുന്നു. ലൂക്ക 1:39-45 ഇവരുടെ വീട്ടിലായിരുന്നപ്പോൾ അവർ അനുഗ്രഹീതരായി മാറി. അവസാനം 2 സാമുവേൽ 6:12 ഈശോയെ സമർപ്പിക്കുന്ന കാര്യമാണത്. 1 രാജാക്കന്മാർ 8:9 തൊട്ട് 11 വരെ വായിച്ചേ. ലൂക്ക 1:56 ഈശോയെ സമർപ്പിക്കുന്നു. ലൂക്ക 2:21-22. സംഖ്യ 17:8. കുടുംബത്തിന് വേണ്ടിയുള്ള അഹറോന്റെ വടി മുളപൊട്ടി പൂത്ത് തളർത്തു പഴങ്ങൾ കായ്ച്ചു. മോശ വടികൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് എടുത്തു അതിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഓരോരുത്തരും സ്വന്തം വടി നോക്കി. ഇത് ഹോളി ഓഫ് ഹോളീസിലാണ് വെക്കുന്നത്. ഹീബ്രു 4:14. ഷോ ഇറ്റേണൽ ഹൈ പ്രീസ്റ്റ് ആണെന്ന്. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട്
സംഖ്യ 446. ബ്ലൂ കളർ കൊണ്ടാണ് ആർക്ക് കവർ ചെയ്തിരുന്നത്. സമാഗമ കൂടാരത്തിൽ അതിവിശുദ്ധ വസ്തുക്കൾ സംബന്ധിച്ച് ഗൃഹാദ്യർ അനുഷ്ഠിക്കേണ്ട ശുശ്രൂഷ ഇതാണ്. സമൂഹം പുറപ്പെടാനുള്ള സമയമാകുമ്പോൾ അഹ്റോനും പുത്രന്മാരും അകത്ത് പ്രവേശിച്ച് ശില അടിച്ച് അതുകൊണ്ട് സാക്ഷിപേടകം മൂടണം. അതിന് മീതെ ആട്ടിൻകോല് കൊണ്ടുള്ള ആവരണവും നീല നിറത്തിലുള്ള മറ്റൊരു ആവരണവും. നീല നിറം ഇത് പല വിഷണറീസും പിന്നെ ബിബ്ലിക്കൽ റെഫറൻസിലെ വിഷണറീസ് മാതാവിൻ്റെ വെയിലിൻ്റെ കളറ് ബ്ലൂ ആയിട്ടാണ് കണ്ടേക്കുന്നത്. റെവലേഷൻ 11:19. ആ കണ്ടതാണ് വെളിപാട് 12:1. ജോൺ സോ മേരി ഇൻ ഹെവൻ. മാതാവാണ് ആർക്ക് ഓഫ് ദ കവനൻ്റ് എന്ന് പറയുന്നത്. ഫെയ്ത്ത്ഫുൾ ആണെന്നുള്ള ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലും ന്യൂ ടെസ്റ്റ്മെൻറ്റിലുള്ള വിശ്വസ്തർക്കുള്ള അടയാളമാണ്. സഭയുടെ പിന്നെ കീ വേർഡാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. അവൻ ജീവൻ നൽകാൻ അവർ തയ്യാറായി. അപ്പം അത് സഭയുടെ തുടക്കം അങ്ങനെയാണ്, ജീവൻ നൽകാൻ തയ്യാറായി. അങ്ങനെ ജീവൻ നൽകാൻ തയ്യാറായി വളർന്ന സഭയാണ് നമ്മൾ വെളിപാട് 22 ദൈവമായിട്ട് പൂർണ്ണമായിട്ട് നൗ 13th ചാപ്റ്റർ. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. ബീസ്റ്റ് എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഒരു സിമ്പിൾ ഓഫ് സിൻഫുൾ ഹ്യൂമാനിറ്റിയാണ്. ഒരു കാര്യമാണത്. പക്ഷെ ഇവിടെ അതല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആൻറ്റി ക്രൈസ്റ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു അർത്ഥം കൂടി ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ആഡം സൃഷ്ടിക്കപ്പെട്ടത് മൃഗങ്ങളുടെ കൂടിയാണ്. 6-ാം ദിവസം അവൻ മൃഗമല്ലാതിരിക്കാനാണ് 7-ാം ദിവസം പറഞ്ഞത്. സാബത്ത് ആചരിക്കുമ്പോഴാണ് മനുഷ്യൻ മൃഗത്തിൽ നിന്ന് മാറുന്നത്. അല്ലെങ്കിൽ അവൻ മൃഗമാണ്. മനുഷ്യനെ ദൈവം ഉദ്ദേശിച്ച ചൈതന്യത്തിൽ വളരണമെങ്കിൽ സാബത്ത് ആചരിക്കണം. അതുകൊണ്ടാണ് സാബത്ത് അടയാളം എന്ന് എസെക്കിയേൽ 20:20 ഏശയ 58:13 നിയമാവർത്തനം 5:12 ഉൽപ്പത്തി 2:3 നമ്മൾ വായിക്കുന്നത്. ഇതിലെ എസെക്കിയേൽ 20:20 വായിക്കാം. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾക്കും എനിക്കും ഇടയിൽ ഒരു അടയാളമായി എൻ്റെ സാബത്തുകൾ വിശുദ്ധമായി ആചരിക്കുക. 7-ാം ദിവസത്തിലേക്ക് ഈ മൃഗം കടക്കുമ്പോഴാണ് അവൻ്റെ പൗരോഹിത്യ ജീവിതം തുടങ്ങുന്നത്. മനുഷ്യനൊരു പൗരോഹിത്യ ജീവിതമുണ്ട്. 7-ാം ദിവസം ആചരിക്കുമ്പോഴാണ് അവൻ പൗരോഹിത്യ ജീവിതം നയിക്കുന്നത്. അല്ലെങ്കിൽ അവൻ മൃഗമാണ്. പിന്നെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ആൻറ്റി ക്രൈസ്റ്റ് എന്നുള്ള വാക്കില്ല, ബീസ്റ്റ് എന്നാണ് ഉള്ളത്. ഫസ്റ്റ് ബീസ്റ്റ് ദൈവദൂഷണമാരമായ പ്രവർത്തികൾ. 2 വേർഷിപ്പ് സ്വീകരിക്കുക. 3 വേൾഡ് പൊളിറ്റിക്കൽ പവറായി മാറുക. എന്നിട്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക. ഇതാണ് ഇവൻ്റെ പണി. അതിൻ്റെ വചനങ്ങൾ ഇതൊക്കെയാണ്. വെളിപാട് 11:7, വെളിപാട് 13:1-10 വരെ, വെളിപാട് 17:3-14 വരെ, വെളിപാട് 19:19-20. രണ്ടാമത്തെ ബീസ്റ്റ് എന്ന് പറയുന്നത് ഫാൾസ് പ്രോഫറ്റാണ്. ഭയങ്കര ഡിസപ്ഷനാണുള്ളത്. അതായത് ഒത്തിരി അടയാളങ്ങൾ കാണിക്കും. എന്നിട്ട് ആദ്യത്തെ ബീസ്റ്റിനെ വർഷിപ്പ് ചെയ്യാൻ പറയും. ആൾക്കല്ല വർഷിപ്പ് ചോദിക്കുന്നത്. ആദ്യത്തെ ബീസ്റ്റ് എന്ന് പറയുന്നത് രാജാവ്, എംപറർ വർഷിപ്പാണ്. പണ്ടുണ്ടായിരുന്ന എംപറർ വർഷിപ്പില്ലേ, അതിലേക്കാണിത് വരുന്നത്. അതിൻ്റെ ഇമേജിനോടും കൊണ്ടുവരാം. ഓക്കെ, ഇതാണ് വെളിപാട് 16:13, വെളിപാട് 19:20, വെളിപാട് 20:10. ഇനി നമുക്ക് 1-ാമത്തെ വചനം വായിക്കാം. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. ദാനിയേൽ 7:2. ദാനിയേൽ പറഞ്ഞു, ആകാശത്തിലെ 4 കാറ്റുകളും സമുദ്രത്തെ ഇളക്കി മറിക്കുന്നത് ദിശാദർശനത്തിൽ ഞാൻ കണ്ടു.
അതായത് ഈ കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതിയരെ, അതായത് ജൂയിഷ് അല്ലാത്ത ആൾക്കാരെയാണ് ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കിയിരുന്നത്. 1-ാം വചനം ഒന്നുകൂടി വായിച്ചോ. അതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രത്നങ്ങളും, തലകളിൽ ദൈവദൂഷണപരമായ ഒരു നാമവും ഉണ്ടായിരുന്നു. 10 കൊമ്പും 7 തലയും, അത് ഫസ്റ്റ് സെഞ്ചുറി റോമൻ എംപയറിനെയാണ് സൂചിപ്പിച്ചിരുന്നത്. അതായത് ഇത് പണ്ട് സംഭവിച്ചതാണെന്ന് നമ്മൾ പറയുന്നില്ലേ. 7 റൂളേഴ്സ് AD 70 വരെ, അതായത് ജൂലിയസ് സീസറിൻ്റെ കാലം മുതൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നു. ഇനി ഇതന്നെയാണ് വീണ്ടും, ഇത് കടന്നുപോയതാണ്. ഇനി ഇതുപോലെ ഒരാൾ വരും എന്നാണ്, അത് ഫ്യൂച്ചറിസ്റ്റിക്, നമുക്കൊന്നും അറിയില്ല. ആ ആൾ എന്തായാലും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കും, അത് ഉറപ്പാണ്. 10 ഹോൺ, അതിന് ദാനിയേൽ 7:7 വായിക്കാം. പത്തും ഉണ്ടായിരുന്നു. ഈ ബീസ്റ്റിൻ്റെ നമുക്കൊരു കമ്പാരിസൺ 4 തലത്തിൽ നോക്കുകയാണ്. അതായത് ഇവർ എല്ലാം മിമിക്കുക എന്ന് പറയില്ലേ, നമ്മൾ പണ്ട് പറഞ്ഞില്ലേ, എല്ലാം പിശാച് എപ്പോഴും ദൈവത്തിലുള്ള കാര്യങ്ങളാണ് മിമിക് ചെയ്യുന്നത്. അപ്പോൾ 4 തലത്തിലാണ് നമ്മളത് കാണാൻ പോകുന്നത്. അതോറിറ്റി, റൂളർ, വേർഷിപ്പ്, സൈൻ ഓൺ ഫോർഹെഡ്. ഓരോന്നോരോന്ന് നോക്കാം. അതോറിറ്റി, കുഞ്ഞാടിന് അധികാരം എവിടെ നിന്നാണ് കിട്ടുന്നത്? വെളിപാട് 5:7, വെളിപാട് 5:12. അവൻ ചെന്ന് സിംഹാസനത്തിന്റെ വലതുകൈയിൽ നിന്ന് ചുരുൾ വാങ്ങി. അവനത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും 12 വെച്ച് അപ്പോൾ ഇതിൻ്റെ എല്ലാം സോഴ്സ് എവിടെയാണ്? ദൈവത്തിലാണ്. ഇനി ബീസ്റ്റിനാണെങ്കിൽ ഡ്രാഗണിൽ നിന്നാണ്. 13:12. അതോറിറ്റി കിട്ടുന്നത് ഡ്രാഗണിൽ നിന്നാണ്. ഓക്കെ, സേറ്റനിൽ നിന്ന്. ഇനി രണ്ടാമത്തെ റൂളർ, ലാമ്പ് റൂൾ ചെയ്യുന്നത് ആരെയാണ്? എല്ലാ മനുഷ്യരെയും. 5:9, വെളിപാട് 5:9. അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തീകരിക്കാനും അതിന്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. ഇനി ബീസ്റ്റ് 13:7. ഇനി മൂന്നാമത്തെ വേർഷിപ്പ്, ലാമ്പ് എന്തിനു വർഷിപ്പ് ചെയ്യുന്നു? 5:14. ബീസ്റ്റ് വെളിപാട് 13:4. മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. നാലാമത് സൈൻ ഓൺ ഫോർഹെഡ്, വെളിപാട് 7:2. ദോസ് ഹു ബിലോങ് ടു ദ ലാമ്പും ദോസ് ഹു ബിലോങ് ടു ബീസ്റ്റ്, 2 കൂട്ടരും ഇവിടെ എന്ത് ചെയ്യും? അടയാളം ഇടും. വെളിപാട് 7:2 എന്താണ്? ദൈവത്തിൻ്റെ മുദ്ര. ആ മുദ്ര മാമോദീസയാണ്. അടുത്തതോ 13:16 ബീസ്റ്റിന്റെ. ചെറിയവരും വലിയവരും ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലത് കൈയിലോ നെറ്റിയിലോ മുദ്ര കുത്തണമെന്ന് നിർബന്ധിച്ചു. അത് നിർബന്ധമാണ്. ഈ ബീസ്റ്റ് ആന്റി ക്രൈസ്റ്റ് ആണ് ചർച്ച് ഫാദേഴ്സിന്റെ റിഫ്ലക്ഷൻസിൽ അല്ലാണ്ട്. പോപ്പ് പയസ് 10th ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആൻറ്റി ക്രൈസ്റ്റ് ആൻഡ് മോഡേണിസം ഈസ് ദ സിന്തസിസ് ഓഫ് ഓൾ ഹെറസീസ്. എങ്ങനെയാണ് ഈ ഹെറസീസ് എന്താ ചെയ്യുന്നത്? പാഷണ്ഡുകൾ എന്താ ചെയ്യുന്നത്? വിശ്വാസത്തിൻ്റെ സത്യങ്ങളെയാണ് ഡിനൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ഹെറസീസ് നോക്കാം. എത്തീസം, അതെന്തിനെയാണ്? നിരീശ്വരവാദം. ദൈവത്തിൻ്റെ
അസ്തിത്വത്തെ. ആര്യനിസം, യേശുവിൻ്റെ ഡിവിനിറ്റി. മൊഹമ്മദിസം, ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദ ട്രിനിറ്റി ഓഫ് ഗോഡ്. ജുദായിസം, ഈശോയെ കർത്താവായിട്ട് സ്വീകരിക്കില്ല, ദേവപുത്രനായിട്ട് സ്വീകരിക്കില്ല. ഇതിനോട് ചേർന്ന് വരുന്നതെല്ലാം എന്താണ്? അന്തിക്രിസ്തുവിൻ്റെ ബാക്കി പത്രം. ഇനി നമുക്ക് ലാംബ് ആൻഡ് ദ ഫസ്റ്റ് ബീസ്റ്റ്. ലാമ്പിന് 7 കൊമ്പുണ്ടായിരുന്നു. വെളിപാട് 5:6. ആദ്യത്തെ ബീസ്റ്റിന് 7 ലൈക്ക് ലാമ്പ്. പിന്നെ നമ്മൾ വായിച്ചാണ് വെളിപാട് 13:1. വെളിപാട് 5:2 ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ പുസ്തകം തുറക്കാൻ യോഗ്യനായെന്നത്? വെളിപാട് 13:4 ഒന്ന് വായിച്ചു നോക്ക്. മൃഗത്തിന് അധികാരം നൽകിയ നിമിത്തം സർപ്പത്തെ ആരാധിച്ചു. എങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. ഈ മൃഗത്തെ പോലെ ആരുണ്ട്? ഈ മൃഗത്തെ പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ. അതായത് ഒരുതരം ഇതാണ് സുപ്രീം എന്ന രീതിയിൽ മനുഷ്യ മനസ്സുകളിലേക്ക് ഫസ്റ്റ് ബീസ്റ്റ് വരികയാണ്. അതായത് പൊളിറ്റിക്കൽ പവർ, ആ ഹോൾഡർ ഒരു ദൈവ പരിവേഷത്തിലേക്കാണ് വരുന്നത്. അതാണ് ആ ആൻറ്റി ക്രൈസ്റ്റാണ്. വെളിപാട് 5:8 24 ശ്രേഷ്ഠന്മാർ ആരാധിക്കുന്നു. വെളിപാട് 13:4 ഭൂമി മുഴുവൻ ഈ ബീസ്റ്റിനെ ആരാധിക്കണം. മൃഗത്തിന് അധികാരം നൽകിയ നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. എങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. വെളിപാട് 5:9 ലാംബ് റിഡീംഡ് പീപ്പിൾ ഓഫ് എവ്രി ട്രൈബ്, ടങ്, പീപ്പിൾ ആൻഡ് നേഷൻ. അതേപോലെ വെളിപാട് 13:7 ബീസ്റ്റിന് എല്ലാ ട്രൈബിൻ്റെയും ടങ്ങിൻ്റെയും പീപ്പിളിൻ്റെ മേലും പവർ കൊടുത്തു. റെവലേഷൻ 21:27 ജീവൻ്റെ പുസ്തകത്തിലുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ദോസ് നോട്ട് റിട്ടൺ ഇൻ ദ ബുക്ക് ഓഫ് ലൈഫ് ഓഫ് ദ ലാംബ് എന്ത് ചെയ്യും? അഡോർ ചെയ്യും ബീസ്റ്റിനെ. 13:8 വായിക്കാം. ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും. 21:27 എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അതില് അശുദ്ധമായ ഒന്നും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. അതിനാണ് ആ പ്യൂരിറ്റിയിലേക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ദൈവായിക്യത്തിനും ആ പ്യൂരിറ്റിയും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്. അവിടെ അവരെത്താൻ വേണ്ടി. ഇനി നമ്മൾ 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ കണ്ടു. ആ 2 സാക്ഷിയും ഈ കള്ളപ്രവാചകനും തമ്മിലുള്ള സാമ്യം നോക്കണം. വെളിപാട് 11:5 ഇനി വെളിപാട് 13:13 വായിച്ചു. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തീയിറക്കുക പോലും ചെയ്ത പല അടയാളങ്ങളും മനുഷ്യരുടെ മുൻപാകെ അത് കാണിച്ചു. വെളിപാട് 11:4 അവർ ഭൂമിയുടെ നാഥന്റെ മുമ്പിൽ നിൽക്കുന്ന 2 ഒലിവ് മരങ്ങളും stood before the Lord. വെളിപാട് 13:12 മൃഗത്തിന്റെ എല്ലാ അധികാരവും അതിന്റെ മുമ്പിൽ പ്രയോഗിച്ചു. അതായത് അവിടെയാണ് നിൽക്കുന്നത്, അതായത് ഫസ്റ്റ് ബീസ്റ്റിനതിൽ. വെളിപാട് 11:11 ബ്രെത്ത് ഓഫ് ലൈഫ്. അവര് ജീവിച്ചു വരുന്നുണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ? ഇനി ഇവിടെ നോക്ക്, വെളിപാട് 13:15 അനുവാദം കൊടുത്തു. ജീവശ്വാസം കണ്ടോ? അതായത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ബീസ്റ്റ് എന്താണ്? റോമൻ പെർസിക്യൂഷനാണ്. സെക്കൻഡ് ബീസ്റ്റോ ജൂവിഷ് പെർസിക്യൂഷനാണ്. ഇനി ഈ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിലോ, ആദ്യത്തെ
പെർസിക്യൂഷൻ. ഇത് അനുമാനിക്കുന്നതാട്ടാ ഏതെങ്കിലും ഒരു രാജാവിൽ നിന്ന്. രണ്ടാമത്തെ ബീസ്റ്റോ നമ്മുടെ ഉള്ളിലുള്ള കള്ളന്മാർ. ആദ്യത്തെ ബീസ്റ്റ് വരാൻ പോകുന്നതും ഇപ്പോൾ അരൂപിയുള്ളതും ഏതാണ്? ഒന്ന് പുറത്തുനിന്നും പിന്നെ അകത്തിലുള്ള കള്ളന്മാർ. അതിൻ്റെ അരൂപികളുള്ളതാണല്ലോ നമ്മൾ കാണുന്നത് എപ്പോഴും. അതിൻ്റെ ഫുൾനെസ് ആയിട്ട് വരും. ഇനി രണ്ടാമത്തെ വചനം വായിക്കാം. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിയെ പോലെ ഇരുന്നു. ഒന്ന്. അതിന്റെ കാലുകൾ കരടിയുടേതുപോലെ. രണ്ട്. വായ് സിംഹത്തിൻ്റെതുപോലെ. മൂന്ന്. സർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിന് കൊടുത്തു. 4 ബീസ്റ്റ്, അതായത് ഇസ്രായേലിനെ ആക്രമിക്കുന്ന 4 ബീസ്റ്റുകളാണ്. അത് ഏതൊക്കെയാണ്? ബാബിലോൺ, പേർഷ്യ, ഗ്രീസ്, റോം. ഇനി 6-ാമത്തെ വചനം വായിക്കാം. ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായി തുറന്നു. അവിടുത്തെ നാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത് ദുഷിച്ചു പറഞ്ഞു. 4 കാര്യങ്ങളാണ് ഈ ദുഷിച്ചു പറയുന്നത്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ദൈവം, അവിടുത്തെ നാമം, വാസസ്ഥലം. അപ്പം ഇത് തന്നെയാണ്. ഇനി നമ്മൾ ഒരു ജീവപുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ജീവപുസ്തകത്തിനകത്ത് 3 കാറ്റഗറീസിലുണ്ട്. ഒന്ന് അൺസേവ്ഡ്, 2 സേവ്ഡ്, 3 ബീസ്റ്റ് വർഷിപ്പേഴ്സ്. എന്താണ് അൺസേവ്ഡ്? ജനിക്കുന്ന എല്ലാവരും ഈ പുസ്തകത്തിൽ എഴുതപ്പെടേണ്ടതാണ്. പക്ഷേ വിശ്വാസത്തിൽ വന്നാലാണ് എഴുതപ്പെടുകയുള്ളൂ. വിശ്വാസത്തിൽ വന്നില്ലെങ്കിൽ അപ്പോൾ അൺസേവ്ഡിൽ പെട്ട്. രണ്ടാമത്തത് സേവ്ഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈച്ച് പേഴ്സൺ ടു ബോൺ ഈസ് റിട്ടൺ ഇൻ ദ ബുക്ക്. ദോസ് ഹു കം ടു ഫെയ്ത്ത്, മരണത്തിന് മുമ്പ് വിശ്വാസത്തിൽ വന്നവർ അതിനകത്ത് പേര് എഴുതപ്പെടും. മൂന്നാമത്തത് ബീസ്റ്റ് വർഷിപ്പേഴ്സ്. അവർ അത്രയും ഹാർഡ് ഹാർട്ടഡാണ്. അവരുടെ പേര് ഒരിക്കലും അതിൽ എഴുതപ്പെടില്ല. നമുക്കിനി വചനം നോക്കാം. ആദ്യത്തെ 2 നമ്മൾ ഫെയ്ത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അവസാനത്തെയാണ് റെവലേഷൻ 13:8, റെവലേഷൻ 17:8. വധിക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവ്വരും അതിനെ ആരാധിക്കും. 17:8. നീ കണ്ട ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇല്ല. അത് പാതാളത്തിൽ നിന്ന് കയറി വന്ന നാശത്തിലേക്ക് പോകുന്നു. ലോകസ്ഥാപനം മുതൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ ആ മൃഗത്തെ നോക്കി വിസ്മരിക്കും. ഈ ലോകസ്ഥാപനത്തിന് മുമ്പേ ഇത് സോവറിനിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ കാര്യങ്ങൾ ഡിറ്റർമിൻഡ് ആണ്, അതായത് ഫിക്സ്ഡ് ആണ്. കുറേ കാര്യങ്ങളുണ്ട്, 11 കാര്യങ്ങൾ. അതിലൊന്നാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഏത്? ബീസ്റ്റ് വർഷിപ്പേഴ്സ് വേർ നോട്ട് റിട്ടൺ ഇൻ ദ ബുക്ക് ഓഫ് ലൈഫ് ഫ്രം ദ ഫൗണ്ടേഷൻ. ഒന്നുകൂടി വായിച്ചു നോക്ക്. വെളിപാട് 17:8. നീ കണ്ട ആ മൃഗം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇല്ല. അത് പാതാളത്തിൽ നിന്ന് കയറി വന്ന ലോകസ്ഥാപനം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ മൃഗത്തെ. ഇത് പണ്ടേ അവര് ജീവപുസ്തകത്തിൽ പേരെഴുതാത്തവരാണ്. ലൂക്ക 11:50 വായിക്കാം. ലോകാരംഭം മുതൽ ചുറ്റിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന് ആബേൽ മുതൽ ബലിത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ കൊല്ലപ്പെട്ട സക്രിയായുടെ. ഇനി അടുത്ത് മത്തായി 25:34. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളിച്ചെയ്യും, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടും. മത്തായി 13:35. ഞാൻ മകൾ വഴി സംസാരിക്കും. ലോകസ്ഥാപനം മുതൽ നിഗൂഢമായി. ലോകസ്ഥാപനം മുതൽ 1 പത്രോസ് 1:20, വെളിപാട് 13:8. ഇത് ഈശോയെ കുറിച്ചാണ്. അവനാകട്ടെ ലോകസ്ഥാപനം
ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നിയോഗിക്കപ്പെട്ടിരുന്നവനും ഈ അവസാന കാലത്ത് നിങ്ങൾക്കായി വെളിപ്പെടുത്തപ്പെട്ടവനുമാണ്. തീത്തോസ് 1:2. ദൈവം തിരഞ്ഞെടുത്തവരുടെ വിശ്വാസത്തെയും ദൈവഭക്തിയും സത്യത്തിലെ ധാരണയും നിത്യജീവന്റെ പ്രത്യാശയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എഫേസസ് 1:4. അതന്നെ. 2 തിമോത്തി 1:9. ഭാഷിതം 8:23. യുഗങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ ആവിർഭാവത്തിന് മുൻപ് ഒന്നാമതായി ഞാൻ സ്ഥാപിക്കപ്പെട്ടു. യോഹന്നാൻ 17:24. പിതാവേ, ലോകസ്ഥാപനത്തിന് മുൻപ് എന്നോടുള്ള അവിടുത്തെ അതായത് ക്രൈസ്റ്റ് എക്സിസ്റ്റഡ് ബിഫോർ ദ വൺ. ഏഷ്യ 48:16, മിക്ക 5:2, യോഹന്നാൻ 1:1, യോഹന്നാൻ 17:5, യോഹന്നാൻ 17:24. ഏഷ്യ 48:16. എന്റെ സമീപം വന്ന് ഇത് കേൾക്കുക. ആദ്യം മുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത്. ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാനുണ്ട്. ഉൽപ്പത്തി 1:1, സങ്കീർത്തനം 90:2, ഏഷ്യ 40:21. അതാരാ? പിതാവായ ദൈവം. ഇപ്പം നമുക്ക് സെക്കൻഡ് ബീസ്റ്റ്, അതിൻ്റെ കുറച്ച് ആട്രിബ്യൂട്ട്സ് നോക്കാം. അതൊരു സൂപ്പർ ഹ്യൂമൻ എൻറ്റിറ്റി ദാറ്റ് അഡ്വാൻസസ് സേറ്റൻസ് ഗോൾ ഇൻ ഹിസ്റ്ററി. സൂപ്പർ ഹ്യൂമൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കാണിക്കുന്നു, അങ്ങനെയാണ് ആൾ വരുന്നത് സമാധാനം പറഞ്ഞിട്ടായിരിക്കും. ആർക്കും ചെയ്യാൻ പറ്റാത്ത യുദ്ധങ്ങൾ ഒഴിവാക്കുന്നു. അതാണ് അടിസ്ഥാനം. ഇനി നമ്മൾ വചനമനുസരിച്ച് ഓരോന്നോരോന്ന് നോക്കണം. ഗിവ്സ് ദ അപ്പിയറൻസ് ഓഫ് ബീങ് ഗുഡ്. അല്ലാണ്ട് ക്രൂരനായിട്ടല്ല പ്രത്യക്ഷപ്പെടുക, നല്ലവനായിട്ടാണ് പ്രത്യക്ഷപ്പെടുക. വെളിപാട് 13:11. ഭൂമിക്ക് വീഴുന്ന കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു. അവന് കുഞ്ഞാടിൻ്റേതുപോലെയുള്ള 2 കൊമ്പുകൾ. വേണ്ട, കുഞ്ഞാട് പോലെയാണ്. 2 കൊളാബറേറ്റ്സ് ക്ലോസ്ലി വിത്ത് ദ ഫസ്റ്റ് ബീസ്റ്റ്. ഫസ്റ്റ് ബീസ്റ്റ് ഏതാണ്? രാജാവ്. വെളിപാട് 13:12. അത് ആദ്യത്തെ മൃഗത്തിന്റെ എല്ലാ അധികാരവും അതിന്റെ മുൻപിൽ പ്രയോഗിച്ചു. മൂന്നാമത്തത് ഡിസീവ്സ് പീപ്പിൾ ടു വർഷിപ്പ് ദ ഫസ്റ്റ് ബീസ്റ്റ്. വെളിപാട് 13:15 വരെ. ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറക്കുക പോലും ചെയ്ത വലിയ അടയാളങ്ങളും മനുഷ്യരുടെ മുൻപാകെ അത് കാണിച്ചു. മൃഗത്തിന്റെ മുൻപിൽ പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന അടയാളങ്ങൾ വഴി ഭൂവാസികളെ വഴിതെറ്റിച്ചു. ഇനി 13:16-17 വെച്ച്. ചെറിയവരും വലിയവരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലതു കൈയിലോ നെറ്റിയിലോ എന്ന് അത് നിർബന്ധിച്ചു. അങ്ങനെ കമ്പൽസ് വർഷിപ്പ് ഓഫ് ദ ബീസ്റ്റ്. ഇനി 6-ാമത്തത് പ്രൊപ്പഗൻഡൈസസ് പെർഫോമിങ് സൈൻ ത്രൂ ഇറ്റ്സ് ഏജന്റ് ടു പെർസ്യൂഡ് ദ കിങ്. അതായത് വലിയ അടയാളങ്ങൾ കാണിക്കും. ടു ബാറ്റിൽ അഗെയിൻസ്റ്റ് ഗോഡ് ആൻഡ് ഹിസ് പീപ്പിൾ. അതായത് വെളിപാട് 16:13-16 വരെ. സർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകൾ പോലുള്ള 3 അശുദ്ധാത്മാക്കളെ ഞാൻ കണ്ടു. അവർ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിനത്തിലെ യുദ്ധത്തിനായി ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെ ഒന്നിച്ചു കൂട്ടാൻ പുറപ്പെട്ടുവരും. ഇനി നമുക്ക് 16-ാമത്തെ വചനം. ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലതു കൈയിലോ നെറ്റിയിലോ കുത്തണമെന്ന് അവർ നിർബന്ധിച്ചു. നിയമാവർത്തനം 6:4-10 വരെ. ഇസ്രായേലെ കേൾക്കുക. ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിന്റെ കട്ടിലക്കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങളുടെ. അപ്പൊ ഇത് അടയാളമാണ് വിശ്വസികളുടെ. അത് പുറപ്പാട് 13:9. ഇത് നിന്റെ ഭുജത്തിൽ ഒരു അടയാളമായും നെറ്റിയിൽ ഒരു സ്മാരകവും എന്ന പോലെ ആയിരിക്കും. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് മറ്റൊരു അടയാളങ്ങളും ഈ ഒരു വിശുദ്ധമായ മുദ്ര പതിച്ചത് സ്ഥലത്ത് ഉണ്ടാകരുതെന്ന് പറയുന്നത്. വേറെ ഒരു അടയാളം, സൈൻ ഓൺ ദ ഹാൻഡ് ആൻഡ് ഫോർഹെഡ്, അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ ഒന്ന് പറഞ്ഞു, അത് ദൈവസ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് ഈ സൈൻ? എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതാണ് നമ്മൾ നിയമാവർത്തനം 6:6-8 വരെ നമുക്കുള്ള ദൈവസ്നേഹത്തിൻ്റെയും ദൈവശക്തിയുടെയും അടയാളമാണ്. അപ്പോൾ അതിനാണ് നമ്മൾ സറണ്ടർ ചെയ്യുന്നത്.
രണ്ടാമത്തത് റിഡംഷൻ ഓഫ് ദ ഫസ്റ്റ് ബോൺ സൺസ്. അതാണ് പുറപ്പാട് 13 മുതൽ 16 വരെ നമ്മൾ കാണുന്നത്. പിന്നെ സോളമിനിറ്റി ഓഫ് അൺലിവൻഡ് ബ്രെഡ്, അതാണ് പുറപ്പാട് 13 6 to 9 വരെ. അതാണ് ഈ സൈൻ ഓൺ ദ ഹെഡ് ആൻഡ് ഫോർ ഹെഡ് സൂചിപ്പിക്കുന്നത്. ഏതാണ്? ലോ ഓഫ് ദ ലവ് ഓഫ് ഗോഡ്, റിഡംഷൻ ഓഫ് ദ ഫസ്റ്റ് ബോൺ സൺസ്, തേർഡ് സോളമിനിറ്റി ഓഫ് അൺലെവൻഡ് ബ്രെഡ്. 3 കാര്യങ്ങൾ. ഈ റൈറ്റ് ഹാൻഡും ഫോർ ഹെഡിനും ഒരു സിംബോളിക് മീനിങ് ഉണ്ട്. ഈ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇൻസെൻസ് ചെയ്യുന്നത്, അതായത് ഈ വേർഷിപ്പ് ചെയ്യുന്നത്. ഫോർ ഹെഡ് കൺഫസ് ചെയ്യാണ് ചെയ്യുന്നത്, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന്, എല്ലാ ഫാക്കൽറ്റീസും ഉപയോഗിച്ച്. അപ്പുറത്ത് അവർ ഇങ്ങനെ ഓരോന്ന് വരയ്ക്കുമ്പോൾ അവരെന്താ കൺഫസ് ചെയ്യുന്നത്? ഞാൻ ഇന്ന ആളുടെ ആണെന്ന്, ഇന്ന കളറ്, അതായത് ഓരോ അവരുടെ ഡേറ്റിക്കും ഓരോ കളറുണ്ട്, ഇന്ന ആളുടെ എന്നാണ് അവർ കൺഫസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കൺഫസ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ വേറെ സാധനം അവിടെ വരച്ച് വെക്കേണ്ട ആവശ്യമില്ല. 18 ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ, അതൊരു മനുഷ്യന്റെ സംഖ്യയാണ്. ആ സംഖ്യ 666. കിങ് ഓഫ് ബാബിലോൺ ഒരു സ്റ്റാച്ചു ഇറക്റ്റ് ചെയ്തു. ദാനിയേൽ 3:1. നബൂഖദ്നേസർ രാജാവ് 60 മുഴം ഉയരവും 6 മുഴം വണ്ണവുമുള്ള ഒരു സ്വർണ്ണ വിഗ്രഹമുണ്ടാക്കി. ബാബിലോൺ ദേശത്തെ ദൂരാ താഴ്വരയിൽ അവനത് സ്ഥാപിച്ചു. താൻ നിർമ്മിച്ച പ്രതിമയുടെ പ്രതിഷ്ഠയ്ക്ക് പ്രധാന ദേശാധിപതികളെയും സ്ഥാനപതികളെയും നാടുവാഴികളെയും 666 അവിടെ ഒരു സൂചനയുണ്ട്. ഇനി സോളമൻ 1 രാജാക്കന്മാർ 10:14 666 ടാലൻസ് ഓഫ് ഗോൾഡാണ് പുള്ളി കളക്ട് ചെയ്തത്. 2 ദിനവൃത്താന്തരം 9:13. സോളമൻ ഒരു വർഷം ലഭിച്ചിരുന്ന സ്വർണം 666 താലന്താണ്. പിന്നെ 1 സാമുവേൽ 17 4 7 6 കണക്ട് ചെയ്ത് കിടക്കുന്നത് ഈവിൾ മാൻ ആണ്. അവിടെ നമ്മൾ കാണുന്നത് ഗോലിയാത്തിനെയാണ്. ഫിലിസ്ത്യ പാളയത്തിൽ നിന്ന് ഉദ്കാരനായ ഗോലിയാത്ത് എന്ന മല്ലൻ മുന്നോട്ട് വന്നു. 6 മുഴവും ഒരു ചാണും ഉയരമുണ്ടായിരുന്നു അവന്. അവന്റെ കുന്തത്തിന്റെ തണ്ടിന് നെയ്ത്തുകാരന്റെ ഉരുളിന്റെ കനവും അതിന്റെ ഇരുമ്പുമുനയ്ക്ക് 600 ഷെക്കൽ. 666 എന്ന് പറയുന്ന ഒരു സേറ്റനിക് ട്രിനിറ്റിയാണ്, അൺഹോളി ട്രിനിറ്റി. അവിടെ എന്താണുള്ളത്? ഡ്രാഗൺ പ്ലസ് സീ ബീസ്റ്റ് പ്ലസ് ലാൻഡ് ബീസ്റ്റ്, ഇവർ ഒരുമിക്കുന്നതിനെയാണ് 666 എന്ന് പറയുന്നത്. ഈ അൺഹോളി ട്രിനിറ്റിയുടെ റിസൾട്ട് എന്താണ്? സെക്ഷുവൽ ഇമോറാലിറ്റി പ്ലസ് പവർ പ്ലസ് ഗ്രീഡ്. അടയാളം നോക്കാനേ 666 എന്ന് അന്വേഷിക്കാനുണ്ടല്ലോ, ഈ 3 ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇത് 3 ചേർന്ന് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തും എല്ലായിടത്തും 777 എന്ന് എഴുതി വെച്ചിട്ട് ഉള്ളിൽ മുഴുവൻ 66 വെക്കണമെങ്കിൽ വെക്കാം. ഇതാണ് കള്ളത്തരം എന്ന് പറയുന്നത്. പുറത്തെന്താണ് 777, ഉള്ളിലെന്താണ് 666. ആട്രിബ്യൂട്ട്സ് ഓഫ് ഫസ്റ്റ് ബീസ്റ്റ്. ഒരു പൈശാചിക അരൂപിയുള്ള ഒരു രാജ്യത്തെ ഒരു രാജാവ്, അതിന് അധികാരം കിട്ടുന്നത് പിശാചിൽ നിന്ന്. അതാണ് വെളിപാട് 13:1-2 നമ്മൾ വായിക്കുന്നത്. ഒരു മുറിവിൽ നിന്ന് സൗഖ്യപ്പെട്ട് വലിയൊരു ഹീലർ പോലെയാണ് വരിക. അതാണ് 13:3, 13:12, 13:14, 17:8, 17:11 കാണുന്നത്. 13:3 വായിച്ചാൽ മതി, എല്ലാം ക്ലിയർ ആവും. അതിന്റെ തലകളിലൊന്ന് മാരകമായി മുറിയപ്പെട്ടതുപോലെ തോന്നി, എങ്കിലും മരണകാരണമായ ആ മുറിവ് സുഖമാക്കും. അപ്പൊ ഇതെന്താ വെച്ചാൽ ഭയങ്കര വണ്ടറായിട്ട് ആൾക്കാർ വിചാരിക്കും. അതാണ് ഈ ആളുടെ ഒരു അടയാളം. 3-ാമത്തത് നമ്മൾ പറഞ്ഞതാണ്, ഇത് ദൈവത്തെയും അവിടുത്തെ ജനത്തെയും എല്ലാം ദുഷിക്കുന്ന ആളായിരിക്കും എന്ന് പറഞ്ഞത്. പിന്നെ 4-ാമത്തത് കുറേ പേരെ കൊല്ലു എന്ന് പറഞ്ഞത്. ഫോൾസ് പ്രോഫറ്റ് ഇതിനെ ആരാധിക്കുമെന്ന്. ഇനി ഇതെല്ലാം നമ്മൾ വീണ്ടും വായിച്ചു കഴിഞ്ഞാൽ കിട്ടും.
ഇനി വരാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. 17-16 ഹറോൾഡ് ബാബിലോൺ ഉണ്ട് അവസാനമായിട്ട് വരുമ്പോൾ. അതിനോട് കൊളാബറേറ്റ് ചെയ്യുന്ന ആളായിരിക്കും. CCC 675 676. Catholic teaching expresses that the church will pass through a final trial because of the activity of the Antichrist prior to Christ's return. Christians respond to persecution by faithful endurance. അതാണ് വെളിപാട് 13:10. ഒന്ന് വായിക്കാം. കടവിലാക്കപ്പെടേണ്ടവർ കടവിലേക്ക് പോകും. വാളുകൊണ്ട് പതിക്കുന്നവൻ വാളിനിരയാകും. ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസവും.